തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ വരുത്തി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സാധനം വരുത്തി. അത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരിസ്. ഞാൻ ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് ഇട്ടിട്ട്, അതായത് യാത്ര പോയിട്ട് തന്നെ ഇപ്പോൾ കുറേ നാളായി. നമ്മൾ വാൽപ്പാറ പോയാൽ പിന്നെ നമ്മൾ വലിയ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. സംഭവം വേറൊന്നുമല്ല, ബഡ്ജറ്റ് അത്യാവശ്യം കയ്യിലില്ല. ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വേറൊന്നുമല്ല, നമ്മുടെ ഓട്ടോ ഓടിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് വന്നു. ഇൻഷുറൻസ് നമുക്ക് ഈ 19 തീയതിക്കുള്ളിൽ നമുക്ക് അടയ്ക്കണം. അതിന് 14,700 സംതിങ് രൂപ, 15,000 രൂപ നമ്മുടെ കയ്യിൽ വേണം. അത് മാത്രമല്ല, ഈ ഒക്ടോബറിൽ എൻ്റെ വണ്ടിയുടെ ടെസ്റ്റാണ്. 2 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒക്ടോബറിലാണ് ടെസ്റ്റ്. അതിന് വേണം 10, 30 രൂപ, 35 രൂപയൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിച്ചേക്കാണ്, ട്രിപ്പൊന്നും പോകാതെ. മാത്രമല്ല, നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ വരുമാനം കിട്ടിത്തുടങ്ങിയിട്ടില്ലല്ലോ. അത് നിങ്ങളൊക്കെ വേണം സഹായിക്കാൻ. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ രീതിയിലൊക്കെ വളരാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും, ഉടനെ തന്നെ യാത്രയൊക്കെ പോകും. മിക്കവാറും അത് കൊടൈക്കനാൽ ട്രിപ്പായിരിക്കും. അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. മുന്നേ നമ്മൾ പോകണമെന്ന് വിചാരിച്ചു, മുന്നേ നമ്മൾ പോകണം എന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് നെക്സ്റ്റ് കൊടൈക്കനാൽ അയക്കാം എന്നൊരു തോന്നൽ, ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾക്ക് നല്ലൊരു സർവീസ് സെൻറ്റർ, അതായത് ബജാജിൻ്റെ നല്ലൊരു സർവീസ് സെൻറ്റർ, നല്ല സർവീസ് കിട്ടുന്നൊരു സർവീസ് സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനിപ്പം കൊല്ലം ജില്ല കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ സ്ഥലം. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കരുനാഗപ്പള്ളി പുത്തൻതെരുവിലുള്ള സാരഥി ബജാജ് എന്ന് പറയുന്ന ഷോറൂമിലാണ് എൻ്റെ വണ്ടിയും കൊടുക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെടുത്ത കാലം തൊട്ടേ ഞാൻ അവിടെയാണ് കൊടുക്കുന്നത്. തുടർച്ചയായിട്ട് ഞാൻ അവിടെ തന്നെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ സർവീസ് ഇഷ്ടപ്പെട്ടു. നല്ല സർവീസാണ്, അവരുടെ കസ്റ്റമർ സർവീസാണ് ഏറ്റവും അടിപൊളി. കാരണം അവിടെ 2 പയ്യന്മാരുണ്ട്. പയ്യന്മാരെന്ന് വെച്ചാൽ എന്നൊക്കെ മൂത്തതാണ്, യൂത്ത് പിള്ളേർ. അവർ നല്ല കമ്പനിയാണ്, നല്ല കമ്പനിയാണ് കേട്ടോ. കാരണം നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട്, ഭയങ്കര കളിയും ചിരിയും, അവരോട് മിങ്കിളി നിൽക്കുക, അതാണ് പറയുന്നത്. കസ്റ്റമറുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളി നിൽക്കുക, ആ ഒരു രീതിയിൽ കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വണ്ടിക്കുണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയായിരുന്നു എൻ്റെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ സർവീസിന് കൊണ്ടുപോയി. ഇപ്പോൾ വണ്ടിക്ക് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർവീസ് ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരും. പിന്നെ ചെയിൻ സർവീസ്, ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ പൈസ അങ്ങനെ ഇറങ്ങും. ഈ മഴയൊക്കെ ആയതുകൊണ്ട് എൻ്റെ വണ്ടി ഒരു കുഴിക്കകത്തോട്ട് വീണു. ഫ്രണ്ട് ടയർ ടപ്പേന്നും പറഞ്ഞത് വീണു. എനിക്ക് അന്നേരം മനസ്സിലായി ഓയിൽ സീലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വലിയ ലീക്കൊന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ ലീക്കുണ്ട്. അപ്പം ചെറിയ ലീക്കാണെങ്കിലും വലിയ ലീക്കാണെങ്കിലും ലീക്ക് തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സർവീസറെ കൊണ്ട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞ് ഓയിൽ സീൽ മാറണം. ഒരെണ്ണം മാത്രമായിട്ടല്ലല്ലോ മാറുന്നത്, പേരായിട്ടല്ലേ മാറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പേരായിട്ട് സാധനം മാറി, അത്യാവശ്യം എമൗണ്ടായി. പിന്നെ അതിന് മുന്നേ മഴയത്ത് വണ്ടി സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് സമയത്ത് മണ്ണ് താന്നു പോയി, വണ്ടി ഒന്ന് ചരിഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ വൈസർ പൊട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ബാക്കിലത്തെ ഫുഡ് റെസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ അതും ഒന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ, ആ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ബോളുണ്ട് ഇതിനകത്ത്, ബാക്കിലത്തെ ഫുഡ് റെസ്റ്റിനകത്തൊരു ബോൾ, ആ ബോൾ തെറിച്ചു പോയി. അങ്ങനെ ആ ബോളിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന സാധനം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇവർ ഓർഡർ ചെയ്ത് വരുത്തിയൊക്കെ ചെറിയ സാധനമാണ്, അതൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ MC കിറ്റ് അടിച്ചു പോയായിരുന്നു. അത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പാനിക് സിറ്റുവേഷനിൽ ഞാൻ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വിട്ടിട്ട് പെട്ടെന്ന് ഒന്നും കൂടെ പമ്പ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ബ്രേക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി MC കിറ്റ് അടിച്ച് പോയെന്ന് എനിക്ക് മനസ്സിലായി. അതിന് MC കിറ്റ്, ബാക്കിലത്തെ ഫുഡ് റെസ്റ്റ്, പിന്നെ വൈസറിൽ ചെറിയ വൈബ്രേഷൻ ഉണ്ടായിരുന്നു അത്, പിന്നെ USB ഫോർക്ക് ഓയിൽ സീൽ പൊട്ടിയത്, അങ്ങനെ ചില്ലറ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം കൂടെ ആക്കി ചെയിൻ സർവീസ് കാര്യങ്ങളാക്കി വണ്ടി ഒന്ന് തേച്ച് മിനിക്ക്. ഇപ്പോൾ വണ്ടിക്ക് ഒരു കംപ്ലയിൻ്റ് ഇല്ല, അടിപൊളിയാണ്. നേരത്തെയും കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, ഈ ഓയിൽ സീൽ പൊട്ടിയതുള്ള കംപ്ലയിൻ്റ്, അല്ലാതെ മറ്റേതൊക്കെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ. കാരണം എന്തെങ്കിലും നട്ടും ബോൾട്ടൊക്കെ ലൂസ് ആണെങ്കിൽ തന്നെ വൈബ്രേഷൻ ആകുമ്പോൾ ആ സൗണ്ട് ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ, അതൊക്കെ ഉള്ളൂ. പിന്നെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ MC കിറ്റും ഓയിൽ സീലും, അതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം, കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ളത്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് ഏകദേശം 4,700 അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് എനിക്ക് 4,971 രൂപ ബില്ല് വന്നു. അതിൻ്റെ ബില്ലിൻ്റെ ഫോട്ടോ ബില്ല് എൻ്റെ ഇരിപ്പുണ്ട്. എന്നാൽ ഇപ്പം ഞാൻ ഓരോന്ന് വായിച്ച് പറയുന്നൊന്നുമില്ല, വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങളിത് ഫോട്ടോ കണ്ട് വായിച്ച് നോക്കുന്നതായിരിക്കും നല്ല, അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സർവീസ് സെൻറ്റർ വേണം, ബജാജിൻ്റെ നല്ലൊരു സർവീസ് സെൻറ്റർ. നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്റർ ഇപ്പോൾ എത്ര ദൂരെയാണെങ്കിൽ നല്ലതാണെന്ന് കണ്ടാൽ നമ്മളവിടെ പോകും. എന്നെ സംബന്ധിച്ച് കരുനാഗപ്പള്ളി പുത്തൻതെരുവിലുള്ള സാരഥി ബജാജ് എന്ന് പറയുന്ന ബജാജിൻ്റെ ഷോറൂമിൽ എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ സർവീസ് സെൻറ്ററിനെ കുറിച്ചൊന്ന് പറയാനാണ്. കാരണം
ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ഏതൊരു കമ്പനിയുടെ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, നല്ലൊരു സർവീസ് സെൻറ്റർ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് നമ്മൾ കാണുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡൊമിനാറിൻ്റെ ഈ ഒരു സർവീസ് നമ്മുടെ അടുത്ത കാലം തൊട്ട് ഞാൻ അവിടെ സർവീസ് ചെയ്യുന്നതാണ്. വളരെ അടിപൊളിയാണ്. അവരുടെ കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, നമ്മളോട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ക്ലിയർ ആക്കി തരികയാണ്. പിന്നെ എന്തെങ്കിലും പാർട്സിൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവർ തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ വരുത്തി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സാധനം വരുത്തി അത് നമ്മളടുത്ത് വിളിച്ച് പറയും സാധനം വന്നിട്ടുണ്ട്, നമ്മൾ വണ്ടിയോട്ട് എല്ലാം ഫിറ്റ് ചെയ്യുക. അത്രയ്ക്ക് അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ അടുത്തൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ വാൽപ്പാറയിലൊക്കെ ഒരുപാടൊക്കെ പോയി, വാൽപ്പാറ പോയി, ധനുഷ്കോടി പോയ വീഡിയോസൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ആരും അങ്ങ് കാണുന്നൊന്നുമില്ല. നിങ്ങളൊക്കെ ഒന്ന് കണ്ടത് സപ്പോർട്ട് ചെയ്യേ, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ് ചെയ്ത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അങ്ങ് ചെയ്യേ. അപ്പോൾ അടുത്തൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് തന്നെ നമുക്കിനി വീണ്ടും കാണാം. ടാറ്റാ. അല്ലാതെ നമ്മളിങ്ങനെ സീക്രട്ട് ഏജൻറ്റിനെ പോലെ ഇങ്ങനെ കാറിനകത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് അതൊരു ശോകമായിരിക്കും. നമ്മൾ ബൈക്ക് എടുത്ത് റോഡിലും കാടിലും മലയുടെ മുകളിലൊക്കെ അങ്ങോട്ട് കയറി പോകുന്നതായിരിക്കും ഏറ്റവും അടിപൊളി അല്ലേ. അപ്പം അടുത്തൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.